സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാറ്റിയെടുക്കണം വല്ലിഹ്സാൻ. ആത്മീയമായി ഉയരേണ്ടതുണ്ട്, പുരോഗതി ഉണ്ടാകേണ്ടതുണ്ട്. ഇഹ്സാനിന് അങ്ങനെയും ഒരു തഫ്സീറുണ്ട്. അള്ളാഹുവിലേക്ക് മനസ്സും ശരീരവും തിരിക്കേണ്ടതുണ്ട്, നല്ലോണം ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്, ആരാധനകളിൽ നല്ല ആത്മീയമായ ഭംഗി കൂട്ടേണ്ടതുണ്ട്. ആത്മീയമായ ഭംഗി ഉണ്ടാകാൻ എന്താ വേണ്ടത്? സുന്നത്തായ കാര്യങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച് ചെയ്യുകയും കറാഹത്തുകൾ കഴിവിന്റെ പരമാവധി ഉപേക്ഷിക്കുകയും ചെയ്യണം. ചിലരുടേത് രൂപഭാവങ്ങളിലായിരിക്കും കുറവുള്ളത്, അവിടെ ശ്രദ്ധിക്കണം. ചിലരുടേത് ഷർത്തിൽ കുറവുണ്ടാകും, ഷർത്ത് പൂർത്തിയാക്കണം. ചിലരുടേത് സുന്നത്തുകളിൽ കുറവുണ്ടാകും, സുന്നത്ത് പൂർത്തിയാക്കണം. ഇതൊക്കെ നിർവഹിച്ചിട്ടുള്ളൊരു ഉളു ആണോ, ഒരു കുളിയാണോ, ഒരു അമലാണോ, അതിന് ആത്മീയമായി മികവ് കൂടുതലുണ്ട്. സഹോദരങ്ങളെ, ഉദാഹരണത്തിന് പറയട്ടെ, എന്നും കുളിക്കുന്നതിന്റെ മുമ്പ് മിസ്വാക്കൊക്കെ ചെയ്തിട്ടുള്ള പൂർണ്ണ ഉളു എടുത്തിട്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാറുള്ളത്. കുളിയുടെ മുമ്പ് അങ്ങനെ ഒരു ഉളു സുന്നത്തുണ്ട്. കാമിലായ നിലക്കുള്ള ഉളു ആണ് എടുക്കേണ്ടത്. മിസ്വാക്കൊക്കെ ചെയ്തിട്ടുള്ള ഉളു, കുളിയോടുകൂടി മിസ്വാക്ക് ചെയ്തിട്ട് ഉളു ഒക്കെ എടുത്തിട്ടുള്ള കുളിയും അല്ലാത്ത ലോക്കൽ കുളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉളുവിന്റെ 2 ദിക്റ്, അവയവങ്ങൾക്കടക്കം ദിക്റ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ചെല്ലുന്നവർ കുറച്ചുകൂടി കേമന്മാരായി ഇരിക്കട്ടെ. അവലിലും ആഖിറിലുമുള്ള ദിക്റ് ചൊല്ലിയിട്ട് എടുക്കുന്ന ഉളുവും അല്ലാതെ എടുക്കുന്ന ഉളുവും ഇഹ്സാനില്, ആത്മീയതയിൽ മാറ്റമുണ്ടോ? ഉണ്ട്. വാങ്കും ഇഖാമത്തും കൊടുത്തിട്ട് ആ വാങ്കിന്റെയും ഇഖാമത്തിന്റെയും ജവാബായിട്ടുള്ള ദുആഉം നടത്തിയിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്നതും അല്ലാത്ത നിസ്കാരവും മാറ്റണ്ടോ? മാറ്റണ്ട്. കൈഫിയത്തിന്, രൂപത്തിൽ ഇങ്ങനെ ഒരുപാട് ചേഞ്ചുകളുണ്ട്. ആ രൂപങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടൊരു ആത്മീയമായ മാനമുണ്ടാക്കിയെടുക്കണം. വല്ലിഹ്സാൻ, അമലുകൾ നന്നാക്കിയെടുക്കണം. ചെയ്യുന്ന കർമ്മങ്ങളൊന്നും വിഫലമായി പോകരുത്. ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളാകണമെന്ന് തികഞ്ഞ ബോധം വേണം. അതിന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി, അവിടുത്തെ നിസ്കാരത്തിന്റെ ബോധ്യത്തെപ്പറ്റി ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾക്കിടയിൽ വന്ന് തങ്ങൾ സംസാരിക്കുന്നുണ്ടാകും. ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കും. മറ്റേ പറയുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ വരും, കൂട്ടം കൂട്ടമായി സംസാരിക്കും. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ ളുഹ്ർ വാങ്ങ് മുഴങ്ങിയാൽ പിന്നെ അവസ്ഥ മാറി. ഫകാന്നഹു ലം യഅരിഫനാ വലം നഅരിഫുഹു. തങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല, ഞങ്ങൾക്ക് തങ്ങളെ അറിയില്ല. അവസ്ഥ മാറി. കാരണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു മുഴക്കലോടെ, വിളിക്കലോടെ പിന്നെ ഈ അവസ്ഥ എന്നൊക്കെ മാറി. നിസ്കാരത്തിലേക്ക് വിളിക്കുക. അതുകൊണ്ട് ഇനി വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ച് ജമാഅത്തിന് പോകാനായി. പിന്നെ ഞങ്ങൾ എന്തങ്ങോട്ട് സംസാരിച്ചാലും എന്തങ്ങോട്ട് പറഞ്ഞാലും അത് ശ്രദ്ധയിലുണ്ടാവില്ല. നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്ന് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ, വിഷയങ്ങൾ പറയുമ്പോൾ മാത്രമാണ് പിന്നെ അതിലേക്കൊരു ശ്രദ്ധ. കാരണം എപ്പോഴും അവരുടെ ഖൽബിലുള്ള ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മുനാജാത്തിനാണ്. ആ കാര്യങ്ങൾ വിട്ടുപോകുന്നത് നിലക്കും ചിന്തിക്കാൻ പറ്റൂല. അതേ നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോഴും മറ്റു അമലുകൾ നിർവഹിക്കുമ്പോഴും ആത്മീയമായ പരിവേഷം ഉണ്ടാക്കണം. കഴിവിന്റെ പരമാവധി കറാഹത്തുകൾ ഒഴിവാക്കണം. എല്ലാ രംഗത്തും ഒരുപക്ഷെ ഒഴിവാക്കാൻ കഴിയുമെന്നറിയില്ല, എന്നാലും കഴിവിന്റെ പരമാവധി. ഞാനത് എണ്ണി പറയുന്നില്ല. അതിലേറ്റവും മുൻപന്തിയിൽ ഉണ്ടാകേണ്ടതാണ് നിസ്കാരം, ഖുർആനോത്ത് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ. മഹാന്മാർക്ക് അതൊക്കെ ഒരു ആനന്ദമായിരുന്നു. നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോ മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തും സംസാരിച്ചോളൂ, ഞാനത് കേൾക്കൂല. നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ ശരിക്കും കേൾക്കും കേട്ടോ. നമ്മളാരും കുടുംബക്കാരോട് അങ്ങനെ പറയേണ്ടുള്ള നിസ്കാരം പോയി പോകും. കാരണം നമ്മക്ക് ആ രൂപത്തിലുള്ള ശ്രദ്ധയും സൂക്ഷ്മതയും ആത്മീയ ഭാവവും വന്നിട്ടില്ല. മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ബസറ പള്ളിയിൽ നിസ്കരിക്കുകയാണ്.
ബസറ പള്ളിയിൽ നിസ്കരിക്കുമ്പോ പള്ളിയുടെ ഒരു ഭാഗം അങ്ങ് പൊളിഞ്ഞു വീണു. ആളുകളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. പക്ഷേ ആളുകൾ പുറത്തെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഉള്ളിലാരോ നിസ്കരിക്കുന്നവരുണ്ടോ? അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ആ ഉള്ളിലുണ്ട്, മുസ്ലിമിന് യസാർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും ശബ്ദത്തിൽ ഈ ചുമര് പൊളിഞ്ഞു വീണിട്ട് ഇപ്പോഴും നിസ്കാരത്തിലാണോ? ഇപ്പോഴും നിസ്കാരത്തിലാണ്. എന്നാ ഒന്ന് പോയി വിളിക്കണം. നിസ്കാരത്തിൽ വിളിച്ചിട്ട് കാര്യമില്ല എന്നോ? നിസ്കാരത്തിൽ പോയി വിളിച്ചിട്ട് കാര്യമില്ല. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ട് ഒക്കെ വേണമെങ്കിൽ പോയി പറയാന്നു. സലാം വീട്ടി കഴിഞ്ഞപ്പോ ആളുകളോട് ചോദിച്ചു, നിങ്ങളൊക്കെ എന്താ ഇവിടെ? എന്താ ഇവിടെ എന്ന്. ഇവിടെ ഇത്രയും ഒരു ശബ്ദം കേട്ട് ഒരു മതിലൊന്നായിട്ട് പൊളിഞ്ഞു. മതിൽ വീണോ? എവിടെ? അതാ അവിടെ. ഒരാത്മീയമായ മാനത്തിലേക്ക് അല്ലാഹു നമ്മൾ ഉയർത്തി തരട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചാൽ മതി. അതാ ആ രൂപത്തിൽ തന്നെ നിർവഹിച്ചാൽ അതിന് ഭംഗിയുണ്ടാവും. അതിനെവിടെ നിങ്ങൾ നോക്കുക, ആ ആത്മീയമായ രംഗങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകണം. അതല്ലേ വിഷയം. ഇപ്പൊ വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് ഒരു ഭൗതികമായ സംസാരവും വീട്ടിൽ നിന്നുണ്ട് ഇറങ്ങിയിട്ട് പള്ളിയിലേക്ക് എത്താത്ത ഒരാളെ തെരഞ്ഞോക്കിയാൽ വലിയ പ്രയാസം കാണാനും. കാരണം മഹാന്മാരെന്താ അവിടെ പറഞ്ഞത്? വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പള്ളി വരെ ശുഗൽ എന്താ? ദിക്റ്, ഖുർആനോത്ത്, സ്വലാത്ത്. വേറൊരു പണിയില്ല. നമ്മൾ ലാസ്റ്റ് ചെരുപ്പൂര് വെക്കുന്ന അടുത്ത് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പറയട്ടോ. പിന്നെ ആ നിസ്കാരത്തിന് മുഴുവനും പിന്നെ എന്തായിട്ടുണ്ടാവും പോലെ തമ്മിലുള്ള ആ ചർച്ച, ആ തർക്കം എന്തായിട്ടുണ്ടാവും. പിന്നെ ആ പെണ്ണ് അങ്ങോട്ട് ഓടിപ്പോയത്, ഈ ആണ് ഇങ്ങോട്ട് പോയതൊക്കെ എന്തായിട്ടുണ്ടാവും. പിന്നെ തന്നെ മാലിക് യൗമിദ്ദീൻ എന്തായിട്ടുണ്ടാവും, ഇയ്യാക നഅ്ബുദു എന്തായിട്ട് ഇങ്ങനെ തന്നെ. പിന്നെ ഈ കണക്കൂട്ടൽ ഇങ്ങനെയാണ്. പിന്നെ മുന്നിൽ ഇമാമുള്ളത് കൊണ്ട് തൽക്കാലം റക്കാത്തും തെറ്റാതെ അങ്ങനെ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ആ വക സംസാരങ്ങളൊന്നും ഇല്ലാതെ ദിക്റും കാര്യങ്ങളും ആയിട്ട് ശുഗലായി വന്ന ഒരാളാണെങ്കിൽ ആ ജുമുഅക്കൊരു മാറ്റമുണ്ട്, ആ നിസ്കാരത്തിനൊരു മാറ്റമുണ്ട്, ആ വരവിനൊരു ആത്മീയമായ ശൈലി ഏറെയുണ്ട്.